മുംബൈയിൽ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ 4 അംഗ കുടുംബം മരണപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ്. എന്നാൽ ആ കുടുംബത്തിന്റെ മരണകാരണം തണ്ണിമത്തൻ കഴിച്ചല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. പിന്നെ എന്താകും അവരുടെ മരണത്തിന് പിന്നിൽ? നമുക്ക് നോക്കാം. മുംബൈയിലെ പൈഡൌണിയിൽ തണ്ണിമത്തൻ കഴിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കുടുംബം മരിച്ച സംഭവത്തിൽ പുതിയ കണ്ടെത്തൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ ഭക്ഷണ സാധനങ്ങളിൽ ഒന്നും തന്നെ വിഷാംശം കണ്ടെത്താൻ അന്ന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിനെ കുഴപ്പിക്കുകയാണ്. റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് തണ്ണിമത്തൻ അല്ല കുടുംബത്തിന്റെ മരണ കാരണമെന്നാണ്. ശരീരത്തിൽ വേദന സംഹാരിയായ മരുന്നായ മോർഫിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പച്ച നിറത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അതായത് മരണപ്പെട്ട എല്ലാവർക്കും ഉള്ളിലേക്ക് എന്തോ വിഷാംശമുള്ള വസ്തു എത്തിയിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. കലീന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഫോറൻസിക് വിദഗ്ധർ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളിൽ തിരിച്ചറിയാൻ കഴിയാത്ത രാസവസ്തുക്കളുടെ കണികകൾ കണ്ടെത്തിയതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അവർക്കുള്ളിലേക്ക് എത്തി? ആന്തരിക അവയവങ്ങൾ പച്ച നിറത്തിലാക്കിയ രാസവസ്തു എന്താകും? കുടുംബത്തിന്റെ മരണം ഒരു കൊലപാതകമാണോ? ആണെങ്കിൽ തന്നെ അതാര്? എന്തിനു വേണ്ടി പോലീസിന് ഇതൊക്കെ കണ്ടെത്താനുള്ളത്? നിരവധി ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ്. സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ മുംബൈ പോലീസ് നടത്തുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായും എന്തെങ്കിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഡിജിറ്റൽ രേഖകളും കോൾ ഡാറ്റയും അടക്കം പരിശോധിച്ചെങ്കിലും അതിൽ നിന്നൊന്നും നിർണായകമായ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഞായറാഴ്ച ഛർദിയെ തുടർന്നാണ് കുടുംബത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവർ നേരത്തെ ബിരിയാണിയും അതിനുശേഷം തണ്ണിമത്തനും കഴിച്ചെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. എന്നാൽ സാധാരണയായി ഭക്ഷ്യവിഷബാധയുണ്ടായാൽ കാണുന്ന ലക്ഷണങ്ങളായിരുന്നില്ല ഇവരിൽ കണ്ടതെന്ന് ഡോക്ടർമാർ അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഭക്ഷ്യവിഷബാധയായിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നില്ല. സ്ഥിതി വഷളായ വേഗത, ഗുരുതരാവസ്ഥ, ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേരെ ഇത് ബാധിച്ചു എന്നതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത് സാധാരണ ഭക്ഷ്യവിഷബാധയാകാൻ സാധ്യതയില്ലെന്നായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.